സൂക്ഷിച്ച് പൊട്ടിക്കരുത്. ഇതൊക്കെ എങ്ങോട്ടായി മാറ്റുന്നേ? അതെ, ചന്ദ്രബോസിന്റെ നിയന്ത്രണത്തിലുള്ള ഏതോ ഗോഡൌണിലേക്കാ. മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലം. അപ്പൊ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറൊക്കെ എന്ത് ചെയ്യും? ആദ്യം ചുവടൊന്ന് ഉറപ്പിക്കാൻ നോക്കട്ടെ, എന്നിട്ട് മതി കച്ചവടം. പുരപണിയുമ്പോ അടിത്തറക്കെട്ട് നന്നായി കെട്ടി പണിയണമെന്ന് പറയാറില്ലേ? അത് തന്നെയാ നമ്മളിപ്പോ എവിടെയും ചെയ്യുന്നത്. ആദ്യം സേഫ് ആയിട്ടൊരു സ്ഥലം കിട്ടട്ടെ, എന്നിട്ടാവാം ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. കൈ തൊട്ട പണം വരുന്ന ബിസിനസ് ആയത്. ശത്രുക്കൾ കൂടും, അതുപോലെ ബന്ധുക്കളും. രണ്ടു കൂട്ടിനെ അകറ്റി നിർത്തിക്കൊണ്ട് വേണം ഇനി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ല, ഈ ചതി എവിടുന്ന് വന്നെന്ന് വല്ല സൂചന വല്ലതും ഉണ്ടോ? അത് ബോസ് പറഞ്ഞില്ല, പക്ഷേ കൂട്ടത്തോടെ പൊക്കാനായിരുന്നു പ്ലാൻ. അത് കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ചും എക്സൈസും സംയുക്തമായിട്ട് ഒരു അറ്റാക്കിന് മുതിരണമെങ്കിൽ ഭംഗിയായി ഈ വിവരങ്ങൾ അറിയാവുന്ന ഒരാൾ പണിതിട്ടുണ്ട്. നമ്മളെ അറിയാവുന്ന, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരോ ഒരാൾ. അതാരാണെന്ന് കണ്ടെത്തി അവന്റെ 16-നുള്ള പൂജാ സാധനങ്ങൾ കുറിക്കുന്ന ചടങ്ങ സുസ്മിത വന്നതിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്നു. എന്താ ഒരൊറ്റ നടന്നു. നമ്മളിവിടെ ഇങ്ങനൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിനൊരു സംശയം. അത് ചോദിച്ചത് ചന്ദ്രബോസിനോടും. ആരാ പറഞ്ഞതെന്ന കാര്യം അവര് പറഞ്ഞില്ല. അതാരായിരിക്കും? നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമ്മളെ ഒറ്റാൻ ധൈര്യം കാണിച്ച ജീവനിൽ പേടിയില്ലാത്തവൻ. അവൻ ആരായാലും അവന്റെ കാര്യം പോക്ക. എങ്കിൽ വേറെ ആരെയും സംശയക്കനോടുകൂടി നോക്കൊന്നും വേണ്ട. ഒറ്റ നടത്തിയിരിക്കുന്നത് സുസ്മിതയുടെ ചിറകിനടി ഒളിച്ചിരിക്കുന്നവൻ തന്നെയാ, ജഗദീപ്. അവനറിയാതെ ഈ രഹസ്യങ്ങളൊന്നും പുറത്തു പോവില്ല. അതിനുള്ള ധൈര്യമൊക്കെ അവനുണ്ടോ? അവനുമായിട്ടുള്ള ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ അവനെ അളന്നതാണ്. പൊട്ടത്തരങ്ങളിലൂടെ കൂടെ നിന്ന് വിശ്വാസം ഊട്ടി ഉറപ്പിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്താൻ അവൻ മിടുക്കനാ. ചതിയുടെ വഴി വന്നിരിക്കുന്നതും ആ വഴിക്ക് തന്നെ. അവനെ പൊക്കി 2 എണ്ണം പൊട്ടിച്ച ഏതൊക്കെ ഏമാന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കുമ്പസാരക്കെട്ട് അഴിച്ചിട്ടുണ്ടെന്ന് അവനെ കൊണ്ട് തന്നെ പറയിക്കാൻ പറ്റും. ഉപേന്ദ്ര, ഇറങ്ങി വാടാ. തൊട്ടു പോകരുത് എന്റെ ഭർത്താവിനെ. വിഷ്ണുച്ച, വേണ്ട വിഷ്ണുച്ച. എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ വിഷ്ണുച്ച, ഒന്നും ചെയ്യല്ലേ വിഷ്ണുച്ച. ഇതിപ്പോ ഞങ്ങളുടെ വീടാ. ഞാനും എന്റെ ഭർത്താവും ദേ എന്റെ മോളും താമസിക്കുന്ന വീട്. ഇവിടെ ഞങ്ങൾ പല ബിസിനസ്സും ചെയ്യും. പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കണം. ദേ ഇനി എന്റെ ഭർത്താവിനെ നിങ്ങൾ തൊട്ടാ ഭവന ഭേദനത്തിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ഇറങ്ങിപ്പോവാൻ ഞാൻ പറയില്ല, പക്ഷെ പോകേണ്ടത് നിങ്ങളുടെ മര്യാദയാ. വേണ്ട വിഷ്ണുച്ച, എന്റെ അച്ഛൻ പാവാ. എന്റെ അച്ഛനെ ഉപദ്രവിക്കണേ വിഷ്ണുച്ച. ഇല്ല, ഇനി വിഷ്ണുച്ചൻ ഉപദ്രവിക്കില്ല. പക്ഷെ എന്റെ മോൾക്ക് വല്ല ആപത്തും വന്നു വിഷ്ണുച്ചൻ അറിഞ്ഞ
വിഷ്ണുച്ചൻ വരും. അത് വിഷ്ണുച്ചന്റെ കടമയാ. ഇപ്പൊ ഞാൻ പോവാ. ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് എല്ലാ സാധനങ്ങളും മാറ്റിക്കോണം. ഈ കിടക്കുന്ന ഒരു ചാരായ കുപ്പി പോലെ ഇനി ഇവിടെ കണ്ടുപോരുത്. കണ്ട ഇതായിരിക്കില്ല നിന്റെയൊക്കെ ഗതി. കേട്ടടാ?